CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആത്മകഥാ വിവരം ഗൂഢാലോചനയാണെന്ന് ആവർത്തിക്കുകയാണ് ഇ പി ജയരാജൻ. താൻ എഴുതിയ കാര്യങ്ങളല്ല പുറത്തു വന്നതെന്നും ഇ പി വിശദീകരിച്ചു. സെക്രട്ടേറിയറ്റ് തീരും മുൻപ് ഇ പി ജയരാജൻ യോഗത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കും മുമ്പ് ഇ പി മടങ്ങുന്നു എന്നത് എന്തിന്റെ സൂചനയാണ്? ഇ പിയുടെ വിശദീകരണങ്ങളൊന്നും പാർട്ടി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ള സൂചനകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ എന്താണ് അദ്ദേഹം അകത്ത് പറഞ്ഞതിന്റെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? സ്മൃതി, മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം സംസ്ഥാനത്ത് ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്ന ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇ പി ജയരാജൻ ഇന്ന് പങ്കെടുത്തത്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ബുധനാഴ്ചയാണ് ഇ പിയുടെ പേരിൽ ഇറങ്ങിയ ആത്മകഥ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിനും CPM-നും ഒരുപോലെ ക്ഷീണമുണ്ടാക്കിയ ഒരു വിവാദമായിരുന്നു. ഇതിലിപ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം അടക്കം കഴിഞ്ഞ 2 ദിവസം ഇ പി പറഞ്ഞ ആ നിലപാടിൽ വീണ്ടും ആ നിലപാടിൽ ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഗൂഢാലോചനയാണ് നടന്നതെന്നുള്ളത് തന്നെയാണ് ഇ പി നിലപാട് ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ നിലപാടിൽ ഇ പി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതേസമയം താൻ എഴുതിയതല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നതൊന്നും താൻ എഴുതിയതല്ല നിലവിൽ പുറത്തു വന്നിരിക്കുന്നതെന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇ പി സെക്രട്ടേറിയറ്റിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റ് തീരുന്നതിന് മുന്നേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സെക്രട്ടറി തീരുന്നതിന് മുന്നേ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇ പിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞ് അദ്ദേഹത്തിന് എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന ഭംഗിയാക്കാൻ വേണ്ടി പാർട്ടിയിലെ ഒരു പാർട്ടി തന്നെയുള്ള ദേശാഭിമാനി ലേഖകന് തന്നെ ആണ് അത് കൊടുത്തത് എന്ന കാര്യവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ അവിടേക്ക് കൂടി വിശദീകരണം തേടുന്നതിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇ പി പറഞ്ഞ വിശദീകരണം പാർട്ടി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഉച്ച സമയമാണ്. സാധാരണഗതിയിൽ ഭക്ഷണത്തിന് ഇടവേള വരുന്ന സമയമാണ്. ഇ പി മാത്രമാണോ ഇപ്പോൾ പുറത്തിറങ്ങിയത്? സ്മൃതി, അതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ സെക്രട്ടേറിയറ്റ് യോഗം തീരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ MA ബേബി സഖാവ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഏകദേശം 15 മിനിറ്റ് മുന്നേ തന്നെ ഇ പി ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയതെന്നുള്ളതാണ്. രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുന്ന ഘട്ടത്തിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹം ഇവിടെ നിന്നും കടന്നുപോയതെന്നുള്ളതാണ്. ഇനിയും മറ്റ് ഈ യോഗം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിവാദം തുടരുകയാണ്. ഇതിലെന്തായാലും വിശദീകരണം ആ ചോദ്യങ്ങളോട് ഇ പി ജയരാജൻ പ്രതികരിക്കാനാണ് അദ്ദേഹം കാറിൽ കയറി പോയതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറയുക? വരുന്ന മണിക്കൂറുകളിൽ ഈ 3 മണിയോടുകൂടി തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ ഒരു പ്രസ് മീറ്റ് വിളിക്കാറുണ്ട്. ആ പ്രസ് മീറ്റ് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ എന്തായാലും പ്രതികരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വയനാട് അടക്കമുള്ള വിഷയങ്ങൾ പാർട്ടിക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ ഒരു വിവാദം നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അടക്കം വയനാടുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജും നൽകിയിട്ടില്ല എന്നൊരു വിവാദം നിൽക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു യോഗം വിളിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു യോഗത്തിൽ എന്തായാലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തോട് പാർട്ടി എന്തായിരിക്കും നിലപാട് പറയുക, എന്തായിരിക്കും ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇ പി ജയരാജൻ പാർട്ടിക്കും സംസ്ഥാന സർക്കാരിനും തുടർച്ചയായിട്ട് ഒരു വിവാദ നായകനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലും വീണ്ടും ആവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഇ പി ജയരാജൻ പറയുന്നത്. തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അത് പുറത്തു വരണം. അതിനെതിരെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം DGP-ക്ക് പരാതി നൽകിയത്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലും സാധാരണഗതിയിൽ ഇ പി വിവാദങ്ങൾ വരുമ്പോൾ പൂർണ്ണമായിട്ട് തിരസ്കരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ അതിനോട് അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഈ ഒരു തരത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ തൻ്റെ ആത്മകഥ താനാണ് എഴുതിയതെന്നുള്ള രീതിയിൽ ഇനി ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഇ പി പറയുമോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. നിലവിൽ ഇ പിയുടെ പ്രസ്താവന പൂർണ്ണമായിട്ടും പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാർട്ടി സംശയത്തോടു കൂടിയാണ് ഇ പിയുടെ വാക്കുകൾ കാണുന്നുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇ പിക്കെതിരെ നിലപാട് കർശനമാക്കുമെന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സ്മൃതി, ശരി. ഇ പി സെക്രട്ടേറിയറ്റ് യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. വരുമ്പോഴും പോകുമ്പോഴും മാധ്യമങ്ങളോട് ഇ പി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്.